ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദ കോഫി മഗ്. ഞാൻ ലിഷ. നമുക്കിന്ന് വളരെ സ്പോഞ്ചിയായ വളരെ ടേസ്റ്റിയായ ഒരു ഓറഞ്ച് സ്പോഞ്ച് കേക്ക് ഉണ്ടാക്കാം. നമ്മുടെ ഈ കേക്കിന് ബട്ടറോ ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ ഒന്നും ഞാനിവിടെ ഉപയോഗിക്കുന്നില്ല. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഇനി മുതൽ ഞാനിടുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയും ചെയ്യും. നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. ആദ്യം നമുക്ക് നമ്മുടെ ഓവൻ 170 ഡിഗ്രി സെൽഷ്യസിൽ പ്രീഹീറ്റ് ചെയ്യാൻ വയ്ക്കാം. അതിനുശേഷം നമ്മുടെ കേക്കിന് ആവശ്യമായ ഓറഞ്ച് സിസ്റ്റ് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഗ്രേറ്റ് ചെയ്യുമ്പോൾ തൊലിയുടെ ഓറഞ്ച് ഭാഗം മാത്രമേ എടുക്കാവൂ. വൈറ്റ് ഭാഗം വന്നാൽ കേക്കിന് കയ്പരസം ഉണ്ടാകും. ഇനി നമുക്ക് ഈ ഓറഞ്ച് മുറിച്ച് ഇതിൻ്റെ ജ്യൂസും കൂടെ പിഴിഞ്ഞെടുക്കാം. ഒരു ചെറിയ ബൗൾ എടുത്ത് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓറഞ്ച് സെസ്റ്റ്, 2.5 ടേബിൾ സ്പൂൺ ഓറഞ്ച് ജ്യൂസ്, 2.5 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ എന്നിവ ചേർത്ത് നന്നായി ഇളക്കി മാറ്റി വയ്ക്കാം. അടുത്തതായി മുട്ടയുടെ വെള്ളയും മഞ്ഞയും വേർതിരിച്ചെടുക്കണം. ഞാൻ 3 മുട്ടയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇത് 2 ബൗളിലേക്ക് വേർതിരിച്ചെടുക്കുകയാണ്. ഇനി മുട്ടയുടെ മഞ്ഞ ഇരിക്കുന്ന ബൗളിലേക്ക് 2 നുള്ളു ഉപ്പും 1/2 ടീസ്പൂൺ വാനില എസൻസും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. നമുക്കിനി വലിയൊരു ബൗളിലേക്ക് മുട്ടയുടെ വെള്ളം ഒഴിച്ചു കൊടുത്ത് ബീറ്റ് ചെയ്തെടുക്കാം. ബീറ്റ് ചെയ്യാൻ എടുക്കുന്ന പാത്രത്തിലോ ബീറ്ററിൻ്റെ ബ്ലേഡിലോ വെള്ളത്തിൻ്റെ അംശമോ എണ്ണയുടെ അംശമോ ഉണ്ടാകാൻ പാടില്ല. മുട്ടയുടെ വെള്ളം നന്നായി പതഞ്ഞു വരുമ്പോൾ അതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. പഞ്ചസാര ചേർത്ത് കൊടുക്കുമ്പോൾ 3 ഇടവേളകളിലായിട്ടാണ് ചേർക്കേണ്ടത്. ബീറ്റ് ചെയ്യുമ്പോൾ ഹൈ സ്പീഡിൽ ഇട്ട് വേണം ബീറ്റ് ചെയ്യാൻ. മുട്ടയുടെ വെള്ളം നല്ല സ്റ്റിഫ് ഫോമിലാകുന്നിടം വരെ നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കണം. കാരണം നമ്മുടെ കേക്കിൻ്റെ ടെക്സ്ചർ ഇതിലാണ് കറക്റ്റ് ആകുന്നത്. ഇനി നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരുന്ന മുട്ടയുടെ മഞ്ഞ 3 ഇടവേളകളിലായി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ബീറ്റ് ചെയ്തെടുക്കാം. ഒത്തിരി നേരം ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് കമ്പൈൻ ആയാൽ മതി. അടുത്തതായി നമുക്കിതിലേക്ക് മൈദയാണ് ചേർക്കേണ്ടത്. അതിനായി ഞാൻ ഇവിടെ 3/4 കപ്പ് മൈദയാണ് അരിച്ച് ചേർക്കുന്നത്. ഇനി നമുക്ക് ഒരു സ്പാറ്റില വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാം. വളരെ ജെന്റിലായിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാൻ. കൂടുതൽ റഫായിട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഈ ഫോമിലുള്ള ബബിൾസൊക്കെ പൊട്ടിപ്പോകും. ഞാനിവിടെ സ്പീഡിൽ ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് വീഡിയോയുടെ സ്പീഡ് കൂട്ടിയിട്ടേക്കുന്നത് കാരണമാണ്. നമുക്കിനി ഇതിൽ നിന്ന് കുറച്ച് ബാറ്റർ എടുത്ത് നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ഓറഞ്ച് ജ്യൂസ് മിക്സിലേക്ക് നന്നായി യോജിപ്പിച്ചെടുക്കാം. ഇനി ഇത് നമുക്ക് തിരിച്ച് ബാറ്ററിലേക്ക് ഒഴിച്ച് യോജിപ്പിച്ചെടുക്കണം. ഈ പ്രോസസ്സും നമ്മൾ വളരെ സാവധാനം ചെയ്യേണ്ടതാണ്.
അപ്പോൾ നമ്മുടെ ഓറഞ്ച് സ്പോഞ്ച് കേക്കിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു ബേക്കിംഗ് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 7 ഇഞ്ചിൻ്റെ പാനാണ്. ബട്ടർ പേപ്പറൊക്കെ സെറ്റ് ചെയ്ത് ഞാൻ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്നതാണ്. ഇനി നമുക്ക് ഒരു സ്റ്റിക്ക് വെച്ചിട്ട് നമ്മുടെ ബാറ്ററിലൊന്ന് ചുറ്റിച്ചു കൊടുക്കാം. ബാറ്റർ ഒന്ന് ലെവലാകുന്നതിനും ബാറ്ററിനുള്ളിൽ വലിയ ബബിൾസ് ഉണ്ടെങ്കിൽ അത് റിലീസാകുന്നതിനും വേണ്ടിയാണിത്. 2 പ്രാവശ്യം ടാപ്പ് ചെയ്തും കൂടി കൊടുക്കാം. പ്രീഹീറ്റ് ചെയ്യാൻ വെച്ച ഓവൻ റെഡി ആയിട്ടുണ്ട്. നമുക്ക് പാൻ അതിലേക്ക് മാറ്റാം. 170 ഡിഗ്രി സെൽഷ്യസിൽ 25 മിനിറ്റാണ് നമ്മുടെ ബേക്കിംഗ് ടൈം. ബേക്കിംഗ് ടൈം കഴിയുമ്പോൾ ഒരു സ്റ്റിക്ക് വെച്ച് ചെക്ക് ചെയ്യുക. കേക്ക് റെഡി ആയിട്ടുണ്ടെങ്കിൽ 5 മിനിറ്റ് കൂടി ഓവൻ ഓഫ് ചെയ്ത് അതിൽ തന്നെ വെക്കുക. അല്ലെങ്കിൽ പൊങ്ങി വന്ന നമ്മുടെ കേക്ക് താന്നു പോകും. കേക്കിൻ്റെ ചൂട് നന്നായിട്ട് ആറിയതിന് ശേഷം മാത്രമേ ഡീമോൾഡ് ചെയ്തെടുക്കാവുള്ളൂ. ഞാൻ എൻ്റെ കേക്ക് ഡീമോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ബാക്കിലെ ബട്ടർ പേപ്പറൊക്കെ ഒന്ന് എടുത്ത് മാറ്റാം. നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റ് ആണ് കേട്ടോ. നമുക്കൊന്ന് കട്ട് ചെയ്യാം. അപ്പം നിങ്ങളെല്ലാവരും തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കല്ലേ. അതുപോലെ തന്നെ ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്